ഹലോ, മൈസെൽഫ് മുഹമ്മദ് ഷാൻ. ഞാൻ കാലിഫ്ലവർ സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. ഈ അവധിക്കാലം വളരെയധികം ഉപയോഗപ്രദമാക്കാൻ വേണ്ടി കാലിഫ്ലവർ സ്കൂളിൽ തരുന്ന ഒരു ടാസ്ക്കാണ് സമ്മർ ടാസ്ക്. ഞാൻ ഇന്നുള്ളത് ശ്രീനാഥ് ശശി സാറിൻ്റെ അടുത്തേക്കാണ്. സമ്മർ ടാസ്ക് പരമായി ഹാവ് എ ഇന്റർവ്യൂ വിത്ത് ബിസിനസ് മാൻ, പ്രൊഫഷണൽ ഓർ സോഷ്യൽ വർക്കർ എന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രീനാഥ് ശശി സാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. ഹലോ സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സാറൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീനാഥ് ശശി എന്നാണ്. ഞാൻ ബേസിക്കലി കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡറായ പയ്യന്നൂരിൽ നിന്നാണ്. ഇപ്പം ബിസിനസ് ചെയ്യുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ബാംഗ്ലൂർ ജയനഗറാണ് എൻ്റെ ബിസിനസ് ബേസ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ എന്തെങ്കിലും സാറ് ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണ ബിസിനസ്? ഞാൻ ആക്ച്വലി 2004 മുതൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു 13 വർഷം ഇന്ത്യയിലും പുറത്തുമായിട്ട് 13 വർഷം IT ഫീൽഡിൽ വർക്ക് ചെയ്തു. അതിനുശേഷം 2016 ജോലിയൊക്കെ രാജിവെച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു തോന്നലുണ്ടായിട്ട് 2016 ഞാൻ ബിസിനസ് രംഗത്ത് കയറുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഫേമാണ്. അതായത് വീടുകളുടെയും ഓഫീസുകളുടെയും ഇന്റീരിയേഴ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു എയിം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2017 എൻ്റെ രണ്ടാമത്തെ സംരംഭമായ ഒരു IT സ്റ്റാർട്ടപ്പ്, ആഡിറ്റ് ലാബ്സ് എന്നാണ് പേര്. രണ്ടാമത്തെ സംരംഭമായ ഒരു IT സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു 2017 നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞങ്ങളൊരു 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നേ ഒന്നിച്ച് വർക്ക് ചെയ്ത 3 പേര് കൂടിയിട്ട് 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. സാർ ഈ ഇന്റീരിയർ ഡിസൈനിങ് തുടങ്ങാൻ കാരണം ഒരു പ്രൊഫഷണൽ ആയിട്ട്, അല്ലെങ്കിൽ സാറിനൊരു ഒരു ഇഷ്ടം അതാണോ ഡിസൈനിങ്? നമ്മള് എന്താ പറയാ, ഒരു പാഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പാഷനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. 2016 ഞാൻ ജോലി രാജിവെച്ചിട്ട് ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു, ടെക്നിക്കൽ പ്രൊജക്ട് മാനേജ്മെന്റിലായിരുന്നു, ബിസിനസ് ഡെവലപ്മെന്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു ബിസിനസ്സിന് വേണ്ടി തന്നെ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു തോന്നലിലാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പം ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു ഇന്റീരിയർ ഡിസൈനിങ്, അല്ലെങ്കിൽ ഒരു സ്പേസ് ബ്യൂട്ടിഫുൾ ചെയ്യുക എന്നുള്ളത് ഒരു ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അത് തുടങ്ങാനുള്ള മെയിൻ കാരണം, ഒരു വീട് കിട്ടുമ്പോൾ എല്ലാവരുടെയും ഒരു വറി എന്താണ്, നമ്മുടെ പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. ഒരു അവസാന നിമിഷത്തുമ്പോഴത്തേക്ക് നമ്മുടെ പോക്കറ്റ് കാലിയായിട്ടുണ്ടാവും. അപ്പം അവസാനം ചെയ്യേണ്ടതാണ് ഇന്റീരിയർ. അപ്പം അത് എത്ര അഫോർഡബിൾ ആയിട്ട് ചെയ്യാം, അതായത് ഒരു സാധാരണക്കാരന് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു ഇന്റീരിയർ ചെയ്യാം. അത് വളരെ നമ്മൾ മെറ്റീരിയൽ സെലക്ഷനിലായാലും പിന്നെ ഒരാളുടെ ടേസ്റ്റിനെ എങ്ങനെ നമുക്ക് പല തരത്തിൽ നമുക്ക് അതേ ടേസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിന് കുറെ ഹൈ പ്രൈസ്ഡ് മെറ്റീരിയൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോ കോസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യാം, റിയൂസബിൾ മെറ്റീരിയൽ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അത്ര മിനിമം കോസ്റ്റിൽ നമുക്ക് ഒരാളുടെ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള തോട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, IT സ്റ്റാർട്ട്. ഇപ്പം ഇന്റീരിയർ ഡിസൈനിലെ കസ്റ്റമേഴ്സിന് പല ചിന്തകളായിരിക്കും. ഇപ്പം ഓരോരോ പ്ലാൻ ആയിരിക്കും. സാറ് കാണിക്കുന്ന പ്ലാൻ അവർക്ക് ഇഷ്ടപ്പെടുക. അതാണ് നമ്മളുടെ ഒരു തെറ്റായ ധാരണ. നമ്മൾ കാണിക്കുന്ന പ്ലാൻ അല്ല നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറ്. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഒരു കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി അവരുടെ മൈൻഡ് റീഡ് ചെയ്യാനാണ് ശ്രമിക്കുക. അവരുടെ എക്സിസ്റ്റിംഗ് സ്പേസിൽ പോവുക, അവർക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ എന്താണ്. സോ നമ്മുടെ ടാഗ് ലൈൻ ആക്കിയ വി ഡിസൈൻ യുവർ ഡ്രീംസ് എന്നാണ്. സോ അവരുടെ ഡ്രീമിലുള്ള ഒരു ഹോം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മളുടെ ഡിസൈൻ അവർക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കാതെ അവരുടെ മൈൻഡിലുള്ള ഡ്രീം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാം, അത് അതുപോലെ നമ്മൾ ഒരു പ്ലാനിലേക്ക് ഡ്രോ ചെയ്യാണ് ചെയ്യാറ്. സാറ് കേരളത്തിലുണ്ടായി പിന്നെ ബാംഗ്ലൂർ സെറ്റിൽ ആയതല്ലേ? ഞാൻ 2003 ബാംഗ്ലൂരിലേക്ക് വരുന്നത്. എന്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോബിനായിട്ട് ഞാനൊരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ വരുന്നത്. 2003 മുതൽ 2004 വരെ ബാംഗ്ലൂരിൽ പഠിച്ചു. 2004 ഒരു കമ്പനിയിൽ ഫ്രഷറായിട്ട് ജോലി കിട്ടി. 2004 മുതൽ 2015 വരെ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. 2015 ഒരു 9 മാസം പുറത്തായിരുന്നു, ബിസിനസ് ഡെവലപ്മെന്റിൽ പുറത്തായിരുന്നു. അവിടെ നിന്നാണ് ഒരു തോട്ട് വന്നത്, വേണ്ട ഇനി ജോലി വേണ്ട, ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിയത്. അപ്പം ഈ IT മേഖല ആകുമ്പോൾ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു മേഖലയായിരിക്കും. IT മേഖല റിസ്ക് ആയിട്ടുള്ള മേഖലയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ സ്കില്ലിനനുസരിച്ചുള്ള പ്രോജക്ട്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പം ദിവസം കൂടുന്നതും ടെക്നോളജി കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ എങ്ങനെയായിരിക്കും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണ്ടേ?
ഒരു See, നമ്മൾ ചെയ്തത് വെച്ചാൽ ഇനീഷ്യലി നമ്മൾ 2017 IT ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ക്ലയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നിച്ചു കൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ഒരു 6 months to 1 year നമ്മൾ ഡിഫറെന്റ് ടെക്നോളജിയിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം എന്നതിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഒരു 6 monthsനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ക്ലയന്റ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തു വന്നു. സോ ബിക്കോസ് ഓഫ് ഞങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 12 വർഷം IT ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളുടെ പഴയ ഒരു ക്ലയന്റ് തന്നെ ഞങ്ങളൊരു കമ്പനി തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അപ്പം അത് സിംഗപ്പൂർ ബേസ്ഡ് ക്ലയന്റ് ആണ്. സിംഗപ്പൂർ ബേസ്ഡ് ക്ലയന്റ് ആണ് ഞങ്ങളുടെ മേജർ ക്ലയന്റ്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കംപ്ലീറ്റ് ബാക്ക് ആൻഡ് സപ്പോർട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കുറച്ച് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സാറ് സോഷ്യൽ വർക്കറിലും സജീവമായിട്ടുള്ള ആളാണ് കേട്ടിട്ടില്ല. ഉണ്ട്. 2018 മുതൽ സ്ലോ ആയിട്ട് സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആക്ച്വലി 2018 മുതലല്ല, 2015 മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ 14 മുതൽ തന്നെ എന്ന് പറയാം. അത് നമ്മുടെ ഒരു ഓൾ ഇന്ത്യ റോഡ് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലായാലും നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. എല്ലാ സ്റ്റേറ്റിലും വേറെ വേറെ രജിസ്ട്രേഷൻ ആണ്. വെഹിക്കിൾ രജിസ്ട്രേഷൻ വേറെ വേറെ ഉണ്ട്. അപ്പം നമ്മുടെ രാജ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ട് 1 India 1 റോഡ് ടാക്സ് അല്ലെങ്കിൽ 1 India 1 രജിസ്ട്രേഷൻ നടക്കുന്നില്ല? നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഏത് വണ്ടികളും അക്രോസ് ദ കൺട്രി അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അവിടെ അങ്ങോട്ട് കൊണ്ടുവരും. നമുക്കിവിടെ അക്രോസ് ദ സ്റ്റേറ്റ്സ്, കേരളത്തിലെ കാർ എടുത്തിട്ട് കർണാടകത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ RTO പിടിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനെതിരെ ഞങ്ങൾ വലിയൊരു മൂവ്മെന്റോ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു 2014-15 കാലയളവിൽ. അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് വിധി സുപ്രീം കോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം 2018 മുതൽ സ്ലോ ആയിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴിയായിട്ടുള്ളതായിരുന്നു. പിന്നെ 2020 കൊറോണയ്ക്ക് ശേഷമാണ് ആക്ച്വലി ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. ഇതിപ്പോ 2021 മുതൽ ഞാൻ ആ സോഷ്യൽ ഫീൽഡ് ഗ്രൗണ്ടിലുണ്ട്. അത് കാസർഗോഡ് ജില്ലയുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഭിന്നശേഷി കുട്ടികളുണ്ട്. അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളുണ്ട്. നമുക്ക് കാസർഗോഡ് ജില്ലയെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് എൻഡോസൾഫാൻ എന്ന ഒരു പെസ്റ്റിസൈഡ് 2 പതിറ്റാണ്ട് ഹെലികോപ്റ്റർ വഴി തളിച്ചത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സോറിയാസിസ് ആയാലും പല രോഗങ്ങളും വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പം അതിന് ആക്ച്വലി നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായാലും ഒരു മിനിമൽ സപ്പോർട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ ഒരു ബേസിക് നീഡ്സ് ആയ ഒരു ടോയ്ലറ്റ് പോകാനായാലും ഒരു പല്ല് തേക്കലായാലും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതിനൊക്കെ അവർക്ക് ഒരു പാരന്റിന്റെയോ അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പൊ അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു തെറാപ്പിയാണ്. അത് ഫിസിയോതെറാപ്പി ആയാലും ബിഹേവിയർ തെറാപ്പി ആയാലും സ്പീച്ച് തെറാപ്പി ആയാലും ക്യുപേഷൻ തെറാപ്പി ആയാലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ആൻഡ് നമ്മുടെ നാട്ടില് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. അത് പക്ഷെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുള്ളൂ. അപ്പം ചില BRC സെന്ററുകളിലൊക്കെ നമ്മൾ കാണുന്നത് മാസത്തിൽ ഒരു തെറാപ്പിയൊക്കെയാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അപ്പം ഒരു കുട്ടിക്ക് ദിവസവും കിട്ടേണ്ട തെറാപ്പി മാസത്തിൽ 1 മണിക്കൂർ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചുകൊണ്ട് അവർക്ക് ഒന്നും ആവാൻ പോകുന്നില്ല. പിന്നെ ഒരുപാട് ഫിനാൻഷ്യലി ബാക്ക്വേർഡുള്ള ആൾക്കാരുണ്ട്. ഈ കുട്ടികൾ ഇങ്ങനെ വീട്ടിലുണ്ടാവുമ്പോൾ പല മാതാപിതാക്കൾക്കും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത, എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലുള്ള കഷ്ടപ്പാടുകൾ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ കുട്ടിയുടെ തെറാപ്പിയും കൂടി അഫോർഡ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചതിൽ അതിൽ നിന്നുണ്ടായ തോട്ടാണ് നമുക്കൊരു കാസർഗോഡ് ബേസ് ആയിട്ട് ഇങ്ങനെ സെന്റർ തുടങ്ങണമെന്നും ആ സമയത്ത് നമ്മുടെ കൂടെ എന്താ പറയാ സമയപ്രവർത്തകയായ ദയാബായി അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ദയാബായി അമ്മയും ഇതേ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് 2023 നവംബറിൽ നീലേശ്വരത്ത്, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ചിറപ്പുറത്ത് ഇടം എന്ന ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് 35ഓളം കുട്ടികൾ അവിടെ തെറാപ്പി എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെയുള്ള സർവീസുകൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇല്ല, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ,
ബിഹേവിയർ തെറാപ്പി, ഇത് മൂന്നാണ്. ഓക്യുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പിക്ക് നമ്മൾ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുന്നവർക്ക് അതുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ അവിടെ നിന്നിട്ടാണോ അല്ലെങ്കിൽ വീട്ടിൽ ഇല്ല, നിന്ന്? ഇത് ആക്ച്വലി അവിടെ തെറാപ്പി മാത്രമാണ്. തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സെഷനാണ് ഒരു കുട്ടിക്ക്, 2 3 സെഷനാണ് ഒരു കുട്ടിക്ക്. ഫിസിയോതെറാപ്പി വേണ്ടവർക്ക് ഫിസിയോതെറാപ്പി, അതുപോലെ ഓക്യുപേഷനോ സ്പീച്ചോ അങ്ങനെ വേണ്ടവർക്ക് അത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന 3 സർവീസുകളുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ബിഹേവിയറിനും ഫിസിയോതെറാപ്പി ആയതുകൊണ്ട് ഇത് 3 വേണ്ടവർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പം ഒരു കുട്ടിക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ഉള്ള തെറാപ്പി സെഷൻസ് ആണ് ഉണ്ടാവുക. അപ്പം അവർക്ക് ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓരോ ദിവസങ്ങളിലും മൺഡേ ടു സാറ്റർഡേ 6 ദിവസം വർക്കിംഗ് ആണ്. അതിൽ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ടൈം സ്ലോട്ടിൽ അവർ പാരന്റ് കുട്ടികളെ കൊണ്ട് അവിടെ വരും, തെറാപ്പി എടുക്കും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. നമ്മളവിടെ അക്കോമഡേഷനോ ലൈക്ക് അവിടെ സ്റ്റേ ഒന്നുമില്ല. ചെയ്യുന്നില്ല. അപ്പം ഇപ്പൊ സാറ് ഇന്റീരിയർ ഡിസൈനറാണ്, IT ആണ്, സോഷ്യൽ വർക്ക് എല്ലാം ഉണ്ട്. ഒരു ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ട്രിപ്പ് ആ ഊരിലേക്ക് സാറിന് എത്തിച്ചേരാൻ ടൈറ്റ് ഷെഡ്യൂൾ ആകുന്നതുകൊണ്ട് ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം 2023 ഒരു കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നു വിത്ത് ഫാമിലി. ഒരു ഊട്ടി ട്രിപ്പ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പൊ ഞാൻ അടുത്ത ആഴ്ച ഏപ്രിൽ 30 എന്റെ ഫ്രണ്ട് കൂടെ ഒരു 10 ദിവസം ലഡാക്കിൽ ബൈക്ക് ട്രിപ്പ് പോവാണ്. അല്ല എത്രയെല്ലാം റിസ്ക് ചില ഷെഡ്യൂൾ ആയിട്ടുള്ള ടൈം നമ്മൾ നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ നമ്മുടെ ഡേ ടൈം നമുക്ക് എത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്നുമില്ല. എനിക്ക് സമയം ആക്ച്വലി ഫ്രീ ഉണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാർ സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ സമയം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സമയം ഇല്ലാത്തത്. പക്ഷേ ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആണ്. ഇത് കൂടാതെ ഞാനൊരു ഹോം സ്റ്റേയിലും കൂടി ഇൻവോൾവ് ആണ്. കണ്ണൂർ ജില്ലയിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേയും കൂടി ഇതിന്റെ കൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം അത് എൻ്റെ കസിനാണ് റൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടിയും അതിന്റെ പാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ലൈക്ക് ബിസിനസ് ആയാലും നമുക്ക് ജീവിക്കാൻ ബിസിനസ് വേണം. സോഷ്യൽ സർവീസ് ഒരു ജോബ് ആവരുത്, അത് നമ്മുടെ ഒരു സർവീസ് ആയിട്ടായിരിക്കണം. അപ്പൊ നമ്മളുടെ ഡേ ടു ഡേ നമ്മുടെ ലൈഫ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സോ കാര്യങ്ങളും നമുക്ക് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സെക്കൻഡ്, നമ്മുടെ സോഷ്യൽ സൈഡ്, അത് നമ്മുടെ നാടിനോട് നമ്മുടെ ജനങ്ങളോട് നമുക്കുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു ഭാഗം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതല്ലോ, നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകരായാലും അല്ലെങ്കിൽ സോകോൾഡ് ജനപ്രതിനിധികളായാലും അതൊക്കെ മെയിൻ ജോബാണ്. ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് മെയിൻ ജോബാണ്. അതിന് പകരം നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരാൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും ടേക്ക് ബാക്ക് ഇല്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സന്തോഷം. നമ്മളുടെ ടേക്ക് ബാക്ക് എന്താണ്? ഒരാള് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. ഞങ്ങളിപ്പോൾ തെറാപ്പി സെന്റർ നടത്തുന്നുണ്ട്, ഇടത്ത് നടത്തുന്ന ഒരു പാരന്റ് വന്ന് പറയാണ് ഇവിടെ വന്നതിന് ശേഷം കുട്ടിക്ക് ഒരു മാറ്റമുണ്ട്. അതാണ് ഞങ്ങളുടെ ഫീഡ്ബാക്ക്, ഞങ്ങളുടെ റെന്യൂമറേഷൻ എന്ന് പറയുന്ന സാധനം അതാണ്. അത് കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വീണ്ടും ഇത് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. ആൻഡ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവണം. നമ്മളൊരു സോഷ്യൽ എലമെന്റും കൂടി ആവണം. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്നു, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ടെക്നോളജിയിൽ സോക്കോൾഡ് മൊബൈലിൽ നമ്മൾ ബൗണ്ട് ആവുകയാണ്. നമ്മുടെ 4 ചുവരിന്റെ ഉള്ളിൽ ഒരു മൊബൈൽ എടുത്തിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലാണ് വൈകുന്നേരം. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ഉണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ തളച്ചിടപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത്. മുമ്പേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ഇതുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് അമ്മമ്മമാരും വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട്, ഒരു 6 വയസ്സിലോ 7 വയസ്സിലെ കുട്ടിയുണ്ട്. അപ്പൊ കുട്ടി കടയിലേക്ക് പോവാണ് നടന്നിട്ട് റോഡിലേക്ക് കൂടി. അപ്പം അടുത്ത പറമ്പിലുള്ള അടുത്ത വീട്ടിലുള്ള മുത്തശ്ശി കഴിയും, മോളെ നീ എവിടെ പോകുന്നു ചോദിക്കും അല്ലെ. മോളെ പേര് വിളിച്ചിട്ട് മോളെ നീ എവിടെ പോകുന്നു ചോദിക്കും. ഇപ്പൊ എത്ര ആൾക്കാർ അങ്ങനെയുള്ള കുട്ടികളെ കാണുന്നുണ്ട്? ഇപ്പൊ കുട്ടികളും പോകുന്നില്ല, പോകുന്ന കുട്ടികളെ ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനത്തെ മിസ്സിംഗ് ഇൻസിഡൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പണ്ട് നമ്മളെ ഇപ്പൊ CCTV ആണ് ആൾക്കാരെ നോക്കുന്നത്. പണ്ട് നോക്കുന്നത് ഈ അമ്മൂമ്മമാരൊക്കെ എല്ലായിടത്തും ഇരിക്കുന്നുണ്ടാവും. ഈ ആൾക്കാരൊക്കെ പുറത്തേക്ക് വർത്തമാനം പറയുന്നുണ്ടാവും. ഈ ആൾക്കാരെ കാണുന്നത് ജനങ്ങളാണ്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ നമ്മൾ എന്തിനു നോക്കിയാൽ നേരെ CCTV പോയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടി അതിലേക്ക് കൂടി പോയോ, ആരോടും സംസാരിച്ചോ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് CCTVയിലാണ്. പക്ഷെ പണ്ട് നമുക്ക് അതുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു സോഷ്യൽ എലമെന്റ് അല്ലാതായിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ സോഷ്യൽ എലമെന്റ് ആണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ ആൾക്കാരോട് ഇടപെടുക, സംസാരിക്കുക, തോട്ടങ്ങളിൽ ഷെയർ ചെയ്യുക, ഒന്ന് റിസർവ് ആയിരിക്കാൻ ശ്രമിക്കാതിരിക്കുക. സാറിന്റെ ഇന്ത്യൻ ബിസിനസിന്റെ പേര്, ഫേമിന്റെ പേര് ഹോല ഡിസൈൻസ് എന്നാണ്. ബാംഗ്ലൂർ തന്നെയാണ്. ഹോല ഡിസൈൻസ് ആണ് ഇതിന്റെ പേര്. ഹോല എന്ന് പറഞ്ഞാൽ ഹെലോ ആണ്, ലാറ്റിൻ വേർഡ് ആണ്. ഹെലോ ഡിസൈൻസ് എന്നുള്ള ഹോല ഡിസൈൻസ് ആണ്. വേറെ ഔട്ട്ലെറ്റ് മറ്റേ ഔട്ട്ലെറ്റ് ആണോ? ഒറ്റ സ്ഥാപനം അതെ, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പം IT യും ഇന്ത്യൻ ഡിസൈനും വെച്ചപ്പോൾ സാറിന്
കൂടുതൽ താല്പര്യം ആ, അത് എനിക്ക് ആക്ച്വലി ജഡ്ജ് ചെയ്യാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു വലിയൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അതായത് ഞാൻ തുടങ്ങേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇൻവോൾവ് ആവേണ്ട ഒരു മേഖലകളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാണ് ഇന്റീരിയർ ഡിസൈൻ, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. രണ്ട്, ഹോസ്പിറ്റാലിറ്റി, അത് ലൈക്ക് ഒരു ഹോം സ്റ്റേ വഴി ചെയ്യുന്നുണ്ട്. മൂന്ന്, ഒരു IT കമ്പനി, അത് ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. എനിക്ക് മുന്നിൽ കുറച്ചും കൂടി ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. ഒരു സസ്റ്റൈനബിൾ ക്ലോത്തിങ്, അതായത് നമ്മുടെ ഖാദി, ലിനൻ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ക്ലോത്തിങ് ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളൊരു ആലോചനയിലുണ്ട്. അതിന്റെ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴായിട്ടും. ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ലൈക്ക് അതിനോട് പാഷനുള്ള ഒരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ ഐ വാണ്ട് ടു സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അതാണ്. പിന്നെ ആരും ചിന്തിക്കാത്തൊരു ഇതാണ് ഒരു സലൂൺ തുടങ്ങുന്നത്, ഒരു കട്ടിംഗ് ഷോപ്പ്, ബാർബർ ഷോപ്പ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അടുത്തുണ്ട്. പക്ഷേ ഒരു ഡിഫറെന്റ് ഇതില് നമ്മൾ അതും കൂടി തുടങ്ങണം. ലൈക്ക് യുവർ ഫാഷൻ, യുവർ സ്റ്റൈലിംഗ്, പിന്നെ ഒരു റെസ്റ്റോറൻറ്റ്, യുവർ ഒരു കോഫി ഷോപ്പ്. ഇത് ലൈക്ക് മൂന്നെണ്ണം കൂടി ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. പിന്നെ ഒരു വർക്ക്ഷോപ്പ്, ലൈക്ക് മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പും, അതായത് കർണാടക ബൈക്കിനായാലും മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പ്. അതിനൊരു വേറെ കോൺസെപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതൊക്കെ ലൈക്ക് ഒറ്റയ്ക്ക് തുടങ്ങാനുള്ള ഒരു ആലോചനയിലല്ല. ഇപ്പോൾ ഓരോ ഫീൽഡിലും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് യോജിച്ച് ഒരു കൊളാബറേറ്റീവ് ബിസിനസ്സാണ് എപ്പോഴും നോക്കുക. നമ്മൾ ഒറ്റയ്ക്കൊന്നുമല്ല, നമുക്ക് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ആവുള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ യുവത്വത്തിൽ എല്ലാവർക്കും താല്പര്യമില്ല ഞാൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാം. അപ്പൊ അവരോടെന്നാ പറയാണ്ട്? അവരോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഒരുപാട് കേസുകൾ ഈവൻ ഇന്റീരിയർ ഡിസൈനിങ്ങിന് എടുക്കുക. നമ്മളൊരു ആർക്കിടെക്ട്, ഒരു കോളേജിൽ നിന്ന് ആർക്കിടെക്ചർ ഡിഗ്രി പാസ്സായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നതാണ് നമുക്കൊരു ആർക്കിടെക്ട് ഫോം തുടങ്ങാം, ഒറ്റക്കൊറ്റയ്ക്ക് എല്ലാവരും തുടങ്ങും. പക്ഷെ എത്ര നാൾ സക്സസ്ഫുൾ ആവുന്നുണ്ട്? അവിടെ നമ്മൾ കൊളാബറേറ്റീവ് മൈൻഡിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനം കൊണ്ട് നല്ല സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൾക്കാർ ചിന്തിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാമെന്നല്ല, നമുക്ക് കൊളാബറേറ്റീവ് ആയിട്ട് ഒരു ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് എനിക്ക് ലൈക്ക് അവരോട് പറയാനുള്ളത്. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകും. പിന്നെന്ന് വെച്ചാല് ഇപ്പം IT മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടാവില്ലേ, IT പരമായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം, അത് ഏത് പ്രോഗ്രാമിങ്ങോ? നമ്മൾ ആക്ച്വലി ക്ലൗഡ് ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ക്ലൗഡ് ബേസ്ഡ് ഡേറ്റാബേസും വെബ് ഡെവലപ്മെന്റ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി ആയ ആംഗുലർ ആയാലും റിയാക്ട് ആയാലും അതൊക്കെ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്ലൗഡ് ആമസോണിന്റെ AWS, മൈക്രോസോഫ്റ്റ് അഷ്യൂർ, ഇതൊക്കെ നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്റീരിയർ ഡിസൈനിൽ വരുമ്പോ സാധനം ചെയ്തു കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു വർക്ക് ഉണ്ടോ ചെയ്തു കൊടുത്തതിൽ? ഒരുപാട് വർക്കുകൾ അങ്ങനെയുണ്ട്. കാരണം വെച്ചാൽ നമ്മള് ഒരു കസ്റ്റമറിന്റെ ഒരു മൈൻഡ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് അവരുടെ ഒരു സാധനം നമ്മളുടെ ഡിസൈനിലാക്കിയിട്ട് അവർ പറയുന്ന കളർ തീമുകളും നമ്മൾ കളത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ പോലും അവരുടെ ടേസ്റ്റുകളും, കാരണം വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ കിച്ചൺ ആയാലും വീട് കാണുന്നത് അവരാണ്. അപ്പം അവരുടെ മൈൻഡിനെ സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള, മൈൻഡിനെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള കളേഴ്സും കോമ്പിനേഷൻസ് യൂസ് ചെയ്യണം. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പം ഒരു പ്രത്യേക ഒരു പ്രൊജക്ട് അങ്ങനെയൊന്നും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ട്സും ഞാൻ അങ്ങനെയാണ്, ഞാൻ ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രൊജക്ട്സ് ചെയ്യാറുള്ളൂ. കാരണം ആൾക്കാരുടെ, അതായത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാറില്ല. അതിന് പകരം ഞാനിപ്പോൾ ചെയ്തു കൊടുത്ത ഒരാളുടെ റെഫറൻസിൽ വേറെ പ്രോജക്റ്റ് കിട്ടുക, അങ്ങനെ അടുത്ത പ്രോജക്റ്റ് ചെയ്യുക, അവരുടെ റെഫറൻസിൽ അടുത്ത പ്രോജക്റ്റ് കിട്ടുക, അങ്ങനെ ഇല്ല. അങ്ങനെ മാത്രമാണ് ചെയ്യാറ്. അത് ഈവൻ ഇപ്പൊ ഞാൻ കസ്റ്റമറിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വർഷം, 1.5 വർഷം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ക്രൂ ഇടാൻ വേണ്ടി പോലും നമ്മളെ വിളിച്ചാൽ നമ്മൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ആഫ്റ്റർ ദ സെയിൽസ്, ലൈക്ക് ഈവൻ സ്മോൾ ജോബ്, നമുക്ക് അവിടെ പോയി എത്താൻ വേണ്ടിയിട്ട് ഒരു ചിലപ്പോൾ 500 rupees എക്സ്പെൻസ് ഉണ്ടാവും. ആ സ്ക്രൂവിനാകെ 5 രൂപ എക്സ്പെൻസ് ഉണ്ടാവില്ല ആ വർക്കിന്. പക്ഷെ എന്നാൽ പോലും നമ്മളത് പോയിട്ട് ചെയ്തു കൊടുക്കും. നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കും എപ്പോഴും. ഇപ്പൊ ഡിസൈനിങ് ഏത് സാധനമാണോ? എനിക്ക് കുറച്ച് ഡിസൈനേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഫ്രീലാൻസേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് അവർ വന്ന് പ്രൊജക്ട് കണ്ട് ഡിസൈൻ നമ്മൾ പറയുന്ന ഫീഡ്ബാക്കും ഇൻപുട്സ് ഒക്കെ കൊടുത്തതിന് ശേഷം അതിന് ബേസ്ഡ് ആയിട്ട് അവർ ഡിസൈൻ ചെയ്യും. ആ ഡിസൈൻസ് റിവ്യൂ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സാധനം അപ്പം ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് സാധനം പറയാനുണ്ട്?
വലിയൊരു വെറി ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളാരും കേൾക്കുന്നത് MDMA ആയാലും ഇങ്ങനെ ഒരുപാട് ലഹരിയുടെ ഒരു ഇതിലാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ യൂത്തിന്റെ അവരുടെ എത്ര ഇൻവോൾവ്മെന്റ് ഉണ്ട് നമ്മുടെ നാഷണൽ ബിൽഡിങ്ങില്, അതായത് നമ്മുടെ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ്, നമ്മുടെ നാഷണൽ ബിൽഡിങ്ങില് അതിൽ എത്രത്തോളം അവർ കമ്മിറ്റഡ് ആണ്. ആർക്കിപ്പം ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോലും പല യൂത്തും ഇപ്പോൾ പോവാറില്ല അല്ലെ. അവർക്ക് അതിനോട് ആ രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ ആ നാഷണൽ ബിൽഡിങ്ങിനോടോ അതിനോടൊന്നും താല്പര്യമില്ല. അവർ വേറൊരു ലോകത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. മൊബൈലിലായാലും ടെക്നോളജി ആ വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത് ബി എ സോഷ്യൽ എലമെന്റ്. ഓക്കെ, നമ്മള് നമ്മളുടെ സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. എല്ലാവരും ആ നാഷണൽ ബിൽഡിങ്ങിന്റെ പാർട്ടാകുക. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ആ റിയൽ എന്താ എങ്ങനെ പറയുക, നമ്മുടെ ആ ഒരു എഫേർട്ട് ഇല്ലേ, നമ്മൾ നാടിനോട് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം, അത് നമ്മൾ കാണിക്കുക. അത് ചെയ്യാൻ എല്ലാവരും. താങ്ക് യു ഓക്കെ, ഫോർ യുവർ താങ്ക് യു. വാല്യുബിൾ ടൈം. താങ്ക് യു.